എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10th മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ട്രിഗ്നോമെട്രി ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആംഗിൾസിന്റെ ഒക്കെ റേഷ്യോയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്തായിരുന്നു അല്ലേ. അപ്പോൾ റേഷ്യോ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അതെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് റേഷ്യോ എങ്ങനെയാണ്? 45 45 45 90 1:1 1:√2 ആണെന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഓർത്ത് വേണം. 45 ഡിഗ്രി 45 ഡിഗ്രി 90 ആവുകയാണെന്നുണ്ടെങ്കിൽ 1:1 1:√2 ആണ്. അതുപോലെ തന്നെ 30 60 90 ഇല്ലേ, 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആവുകയാണെങ്കിൽ എങ്ങനെയാണ്? 1:√3:2 എന്നൊരു റേഷ്യോയിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 rectangles are cut along their diagonals and joined to a third rectangle to make a regular hexagon as shown below. അതായത് ഇവിടെ ഒരു വലിയ റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്, രണ്ട് ചെറിയ റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ചെറിയ റെക്ടാങ്കിളിന് എന്താ ഇങ്ങനെ ഡയഗണലി നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സമഷഡ്ഭുജം ഈ വലിയ റെക്ടാങ്കിളിന്റെ സൈഡിലേക്ക് ചേർത്ത് വെച്ചിട്ടൊരു സമഷഡ്ഭുജം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇതിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട് 30 സെന്റിമീറ്റർ വരണം. 30 സെന്റിമീറ്റർ ആണ് സമഷഡ്ഭുജത്തിന്റെ ഒരു സൈഡ് വരേണ്ടത്. അതായത് എല്ലാ സൈഡും എങ്ങനെയായിരിക്കും? ഒരുപോലെ ആയിരിക്കണം. ഇതും 30 ആണ്, ഇതെല്ലാ സൈഡും 30 സെന്റിമീറ്റർ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ചതുരങ്ങളുടെ നീളവും വീതിയും കണ്ടുപിടിക്കണം. ഈ ചതുരങ്ങളുണ്ടല്ലോ, ഈ ചതുരങ്ങൾക്ക് എന്തുമാത്രം നീളവും വീതിയും വേണമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. 30 സെന്റിമീറ്റർ സൈഡ് വശം വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? നമുക്കറിയാം ഒരു റെഗുലർ ഹെക്സഗൺ ആണ് തന്നിരിക്കുന്നത്. റെഗുലർ ഹെക്സഗണെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആംഗിൾ, ഒരു ആംഗിൾ എത്രയായിരിക്കും? ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരുന്നത്? 120 ഡിഗ്രി ആണ് കേട്ടോ. ഹെക്സഗണിന്റെ കേസിൽ ഒരു ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് 120 ഡിഗ്രി ആണ്. അപ്പം അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താന്ന് നോക്കി, ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു സെക്ഷൻ എത്രയാണ് വരുന്നത്? ഈ വലിയ റെക്ടാംഗിൾ ഉണ്ടല്ലോ, അതിന്റെ ഈ ആംഗിൾ എത്രയാണ് വരുന്നത്? 90 ഡിഗ്രി വരുമല്ലോ. മനസ്സിലാണെന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 ആണ് വരേണ്ടത്. അപ്പൊ ഈ ഇത്രയും സെക്ഷൻ, ഈ സെക്ഷൻ എത്രയായിട്ട് വരും? 90 ആയിട്ട് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബാക്കി ആംഗിൾ എത്രയായിട്ട് വരും? ടോട്ടൽ 120 ആണ് വരേണ്ടത് അല്ലേ. അപ്പൊ ബാക്കി ഈ ആംഗിൾ എത്രയായിട്ട് വരും? 120 - 90 എടുത്ത് വെച്ചാൽ പോരെ, അതായത് 30 വരും ഇല്ലേ. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ഡിഗ്രി വരും. എല്ലാത്തിൻ്റെയും കേസിൽ ഇവിടുത്തെ ഈ ആംഗിൾ 30 ഡിഗ്രി ആയിട്ട് വരും ഇല്ലേ. ഇത് 30 ഡിഗ്രി ആണ്, ഇവിടെ എങ്ങനെയാണ്? 30 ഡിഗ്രി ആയിട്ട് വരും. മനസ്സിലായല്ലോ? അപ്പം ഇത് 30 ഡിഗ്രി ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ, ഇത് 90 ഡിഗ്രി ആണ് നമുക്കറിയാം. ഇപ്പൊ ഇത് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും വരുന്നത് അല്ലേ. ഈ ആംഗിൾ 60 ഡിഗ്രി. ക്ലിയർ ആവുന്നുണ്ടോ? പറഞ്ഞു അത് ഒരു ആംഗിൾ 30 ആവുകയാണെങ്കിൽ മറ്റേ 90 ആണ് നമുക്കറിയാം. ബാക്കി മറ്റേ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പൊ നമുക്ക് ഇത് ഏത് റേഷ്യോയിൽ വന്നു? ഈ ചെറിയ ഉണ്ടല്ലേ, ഈ ഒരു ചെറിയ സെക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ചെറിയ സെക്ഷൻ ഇതായിട്ട് എടുക്കാൻ പറ്റില്ല. ഈ ഒരു സെക്ഷൻ ആണ് ഇവിടുത്തെ ഈ ചെറിയ സെക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? മനസ്സിലായല്ലോ? അപ്പൊ എത്രയാണ് ഇതിന്റെ റേഷ്യോ? നമുക്ക് എങ്ങനെ എഴുതാം? 30:60:90 എന്ന് എഴുതാം അല്ലേ. ക്ലിയർ ആവുന്നുണ്ടോ? 30:60:90 എഴുതാം. അപ്പൊ അങ്ങനെയാവണമെങ്കിൽ റേഷ്യോ എങ്ങനെയാണ് വരുന്നത്? 1:√3:2 എന്ന് വരും ഇല്ല. ഇതാണ് റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ നോക്കിയേ, ഈ ഒരു കേസിൽ ഇവിടെ ഒരു വശം തന്നിട്ടുണ്ട്, അതായത് ഈ വശം തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 30 ആണ് ഇല്ല. ഈ സൈഡ് 30 ആണ്. അതായത് ഈ സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ലെവൽ. ഇതല്ല 90 ഡിഗ്രി, 90യുടെ ഓപ്പോസിറ്റ് വശം എത്രയാണ്? 30 ആണ് വന്നു ഇല്ലേ. 90യുടെ ഓപ്പോസിറ്റ് 30 ആയിട്ട് വന്നു. അപ്പൊ മറ്റു രണ്ട് വശങ്ങൾ കണ്ടുപിടിക്കാൻ മേലെ. ഇപ്പം 1:√3:2 എന്ന് പറഞ്ഞ റേഷ്യോ ആണ് വന്നത് 30:90. അപ്പൊ അങ്ങനെയാവുകയാണെങ്കിൽ 30 ഡിഗ്രി ഉണ്ടല്ലോ, ഇതിന് ഓപ്പോസിറ്റ് സൈഡിലെ വളവ് എത്രയായിരിക്കും വരുന്നത്? ഈ 90യുടെ പകുതിയല്ലേ, നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ ഇത് എത്രയാണ്? 15 വരും. ക്ലിയർ ആയല്ലോ? ദെൻ 60 ആവുകയാണ്. 60യുടെ എത്ര വരും? 15√3 അല്ലേ. 15√3. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ 30 ഡിഗ്രി ഇല്ലേ. 30 ഡിഗ്രി ഇതാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് വശം എന്ന് പറയുന്നത് ഈ വശം. ഈ വശം എത്രയാണ്? 15. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പം ഒരു വശം നമുക്ക് കിട്ടി 15. സപ്പോസ് ഇത് 15. ക്ലിയർ ആയല്ലോ? ഇനി 60യുടെ ഓപ്പോസിറ്റ് എത്രയാണ്? ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് 15√3 അല്ലേ. 15√3 ഇത്രയും വശം. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും 15√3 ആണ് അല്ലേ. 15√3. അപ്പൊ ഇത് നമുക്ക് എഴുതാം 15√3 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അപ്പൊ എനിക്ക് ചെറിയ ഇല്ലേ, ചെറുതിന്റെ നീളവും വീതിയും കിട്ടിയില്ലേ ഇല്ലേ. നീളം എന്ന് പറഞ്ഞിരിക്കുന്നത് 15√3 ആണ്. ദെൻ വീതി എന്ന് പറഞ്ഞിരിക്കുന്നത് 15 ആണ്. ക്ലിയർ ആയല്ലോ? ഇനി വലുതിന്റെ കേസിൽ വരുമ്പോൾ, വലുതിന്റെ കേസിൽ ഇത്രയല്ലേ. അപ്പൊ വലുതിന്റെ കേസ് വരുമ്പോൾ ഈ പകുതി ഉണ്ടല്ലോ, ഇത് 15√3 ആണ്. അപ്പൊ ടോട്ടൽ വരുമ്പോൾ എത്ര വരും? അപ്പൊ വലുതിന്റെ എത്ര വരും? നമുക്കറിയാം ഇത് 30 ആണ് നമുക്കറിയാം. ഇവിടം വരെ പകുതിയുള്ള അളവ് എത്രയാണ്? 15√3 ആണ്. അപ്പം ബാക്കി കൂടെ വരുമ്പോൾ എത്രയായിട്ട് വരും? 30√3 എന്ന് വരും.
30√3. അപ്പോൾ വലിയ ചതുരത്തിന്റെ വീതി എന്ന് പറഞ്ഞിരിക്കുന്നത് നീളവും വീതിയല്ലേ കണ്ടുപിടിക്കാം. വലിയ ചതുരത്തിന്റെ ആകുമ്പം നീളം എന്ന് പറഞ്ഞിരിക്കുന്നത് 30√3 വരും. വീതി എത്രയാണ്? 30 എന്നാണ് വരുന്നത്. ഇനി ചെറുത് ഇല്ലേ, ചെറിയ ചതുരത്തിന്റെ വീതി എന്ന് പറഞ്ഞാൽ 15 വരും. നീളം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 15√3 എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പം ഈ റേഷ്യോ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ബിലോ? ഈ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ടല്ലോ, ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. അളവുകൾ തന്നിട്ടുണ്ട്. ദാ ഇത് 120 ആണ് തന്നിട്ടുണ്ട്. ദാ ഈ ഒരു വശം 4 സെന്റിമീറ്റർ ആണ്, ഈ ഒരു വശവും 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്? നമുക്ക് ദാ ഡിവൈഡ് ചെയ്യാം. ദാ ഇങ്ങനെ നേരെ ഇങ്ങനെ അങ്ങ് ഡിവൈഡ് ചെയ്യാം. മനസ്സിലായല്ലോ? നേരെ ദാ ഇങ്ങനെ അങ്ങ് ഡിവൈഡ് ചെയ്തു. മനസ്സിലായല്ലോ? അപ്പൊ ദാ ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇപ്പൊ 2 ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ദാ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പം ഇത് നമ്മൾ നേരെ ഡിവൈഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 120 ആണല്ലേ. അപ്പോൾ ഒരു ആംഗിൾ എത്ര വരും? ദാ ഇത് 60 ആണ്. ദാ ഇവിടുത്തെ ആംഗിളും 60 ആണ്. അപ്പൊ ഇത് 60 ആണെങ്കിൽ നമുക്കറിയാം ദാ ഇത് എത്രയായിരിക്കും? 30 ആണ് വരുന്നത്. ഇതും 30 ആയിരിക്കും വരുന്നത്. മനസ്സിലാവുന്നല്ലോ? അപ്പൊ ഇത് 90 ഡിഗ്രി ആണ്. അപ്പൊ ഏതാണ് ആംഗിൾ? ഏതൊക്കെയാണ് വന്നത്? ആംഗിളിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ 30, 60, 90 ഇല്ല. 30, 60, 90 വരും. അപ്പൊ 1:√3:2 എന്ന് പറഞ്ഞിരിക്കുന്ന റേഷ്യോ ആണ് വന്നിരിക്കുന്നത്. മുമ്പേ ചെയ്ത പോലെ തന്നെ 90യുടെ ഓപ്പോസിറ്റ് ഇല്ല എത്രയാണ് വന്നത്? 4 ആണ് വന്നത് ഇല്ലേ. 90യുടെ അവിടെ എത്രയാണ്? 4 ആണ് വന്നത്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പൊ അങ്ങനെ ആവുകയാണെങ്കിൽ 30 എത്രയായിരിക്കാൻ വരുന്നത്? പകുതി ഇല്ല, അതായത് 2 വരും. മനസ്സിലായല്ലോ? ദെൻ 60യുടെ അവിടെ വരുമ്പം 2√3. മനസ്സിലായല്ലോ? അപ്പം 60യുടെ ഓപ്പോസിറ്റ് അളവ് എത്രയാണ് വരുന്നത്? ഇവിടെ 2√3 വരും. ക്ലിയർ ആയല്ലോ? 30യുടെ ഓപ്പോസിറ്റ് ഇതാ ഈ അളവ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2 വരും. ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ അല്ല. അപ്പം ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്? ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് BH ആണ് അല്ലേ. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുമ്പോൾ ഇതാ ടോട്ടൽ വരും. ഇതാ ഇവിടെ തൊട്ട് ഇവിടം വരെ വരും. ഇവിടം വരെ എത്രയാണ്? 2√3 ആണ്. അപ്പം ഇതും 2√3 ആണ് അല്ലേ. അപ്പം എത്ര വരും? 4√3 എന്ന് വരും ഇല്ലേ. 4√3 ഇൻറ്റു ഹൈറ്റ് ഇതാ ഇതല്ലേ H, എത്ര വരും? 2 വരും. 2 2 ക്യാൻസൽ ആയിട്ട് പോകും. പിന്നെ മിച്ചം എത്രയാണ് വരുന്നത്? 4√3 ഇല്ലേ. 4√3 എത്രയാണ്? സെന്റിമീറ്റർ അല്ല, അപ്പം സെന്റിമീറ്റർ സ്ക്വയർ. 4√3 സെന്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് കേട്ടോ. പേജ് നമ്പർ 102 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദി പാരലോഗ്രാം ഷോൺ ബിലോ. അപ്പോൾ പാരലോഗ്രാം തന്നിട്ടുണ്ട്, അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതാ നോക്കിയേ, പാരലോഗ്രത്തിന്റെ ഏരിയ കാണാൻ നമ്മൾ ഇക്വേഷൻ BH ആണല്ലോ പാരലോഗ്രത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. ഇതാ ഇവിടെ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? ഇവിടെ ആംഗിൾ 45 എന്ന് തന്നിട്ടുണ്ട്. ഇതാ ഞാൻ ഇങ്ങനെ നേരെ ഇങ്ങനെ അങ്ങ് വരയ്ക്കുക, ലൈൻ വരയ്ക്കുകയാണ്. അപ്പം എന്താണ് ഇത് 45 ആണെങ്കിൽ നേരെ നമ്മളിവിടെ ഒരു ലംബം ഇവിടെ വരച്ച് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത് ഏരിയ കണ്ടുപിടിക്കാൻ. അപ്പം ഇത് 45 ആണ്. അപ്പം ഇത് നമുക്കറിയാം 90 ആണ് വരുന്നത്. അപ്പം ഇത് എത്രയായിരിക്കും? 45 ആയിരിക്കും വരുന്നത് ഇല്ലേ. അപ്പം ആംഗിൾ എങ്ങനെയാണ്? 45, 45, 90 ഇല്ലേ. ആ ഒരു റേഷ്യോയിലല്ലേ വന്നത്. അപ്പം എത്രയാണ്? 45, 45, 90 ആകുമ്പോൾ 1:2 ആണ് റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതായത് നോക്കിയാൽ 90യുടെ ഓപ്പോസിറ്റ് 2 ആണ് നമ്മളിവിടെ എഴുതി. 90യുടെ ഓപ്പോസിറ്റ് 2 ആണ് വരുന്നത് ഇല്ലേ. അപ്പോൾ ഇതാ 45ന്റെ ഓപ്പോസിറ്റ് ഇല്ലേ ഏത് വരും? 90യുടെ ഓപ്പോസിറ്റ് 2 ആണ് വരുന്നത്. അപ്പം 45ന്റെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും വരുന്നത്? റൂട്ടിന്റെ ഫോമാറ്റിലല്ലോ വന്നിരിക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെ എഴുതാം, സെയിം വാല്യൂ ആണ്, പക്ഷേ ഡിവൈഡ് ബൈ √2 ചെയ്യുക. അപ്പം 2/√2. മനസ്സിലായല്ലോ? അപ്പം ഇവിടുത്തെ വാല്യൂ എന്ന് വെച്ചാൽ 2/√2 ആണ്. ഇതാ ഇതും എത്ര വരും? 2 ഡിവൈഡ് ബൈ √2 കേട്ടോ. 2 ഡിവൈഡ് ബൈ √2 വരും. മനസ്സിലായല്ലോ? ഇനി ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ എന്ന് വെച്ചാൽ BH ആണ്. ബേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ഇതില്ലേ പാരലോഗ്രത്തിന്റെ ബേസ് ഇല്ല, അപ്പം 4 വരും. 4 ആണ് പാരലോഗ്രത്തിന്റെ കേസിൽ ബേസ് വരുന്നത് ടോട്ടൽ അല്ലേ. അപ്പം then ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് 2/√2 അല്ലേ. 2/√2 വരും. മനസ്സിലായല്ലോ? ഇനി ഒന്നുകൂടെ വേണമെങ്കിൽ ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ 4 ഇൻറ്റു ഈ 2വിനെ നമുക്ക് √2 ഇൻറ്റു √2 എന്ന് എഴുതാമല്ലോ. ഡിവൈഡ് ബൈ √2 കൊടുത്തു. അപ്പോൾ ഒരു √2 ക്യാൻസൽ ആയിട്ട് പോകും. പിന്നെ എന്ത് വരും? 4√2 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത കേസിൽ, ഈ ഒരു കേസിൽ ഇതുപോലെ തന്നെ കേട്ടോ. അതുപോലെ തന്നെ നമ്മളിവിടെ നേരെ ഇങ്ങനെ ലൈൻ വരച്ചു കേട്ടോ. നേരെ ലൈൻ വരച്ചു. അപ്പോൾ ഇവിടെ 60 ആണ്. അപ്പോൾ ഇത് ഏതാണ് ആംഗിൾ വരുന്നത്? 30 ആണ് വരുന്നില്ല. അപ്പം റേഷ്യോ നോക്കിയേ, 30:60:90 ആണ് അല്ലേ നമ്മുടെ റേഷ്യോ വരുന്നത്. അപ്പം അതിൻ്റെ ആംഗിൾ എത്രയാണ് വരുന്നത്? 1:2 ഇല്ലേ. നമ്മൾ മുമ്പേ കണ്ടില്ലേ 1:2
√3:2 ആണ് റേഷ്യോ വരുന്നത്. ക്ലിയർ ആയല്ലോ? അതായത് ഇവിടെ 90യുടെ ഓപ്പോസിറ്റ് ആംഗിൾ തന്നിട്ടുണ്ട്. എത്രയാണ്? 2 എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പം അതനുസരിച്ച് നമുക്ക് 30യുടെയും 60യുടെയും കണ്ടുപിടിക്കാം. അപ്പം 90യുടെ ഇവിടെ 2 ആണ് വന്നിരിക്കുന്നതെങ്കിൽ ദെൻ ഇതിൻ്റെ പകുതിയായിരിക്കും 30. അതായത് ഇവിടെ വരുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ദെൻ അതേ ഇൻറ്റു √3 ആയിരിക്കും 60യുടെ, അതായത് √3 തന്നെ. മനസ്സിലായല്ലോ? അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ഇവിടെ വരും അല്ലേ? ദെൻ 60യുടെ ഓപ്പോസിറ്റ് വരുന്നത് √3 ആണ്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ ഓഫ് എ പാരലോഗ്രാം കേട്ടോ. ഏരിയ ഓഫ് എ പാരലോഗ്രാം എഴുതണം കേട്ടോ. ഏരിയ ഓഫ് എ പാരലോഗ്രാം എഴുതിക്കോളൂ കേട്ടോ നിങ്ങൾ. അപ്പോൾ എത്രയാണ്? BH ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബേസ് എത്രയാണ്? 4 ആണ്. 4 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ √3. മനസ്സിലായല്ലോ? അപ്പോൾ എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 4√3 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ? 4√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ ബിലോ അല്ലേ? അടുത്ത പേജിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് പേജ് നമ്പർ എത്രയാണ്? 103 കേട്ടോ. പേജ് നമ്പർ 103 ആണ് കേട്ടോ. 103ലെ ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദി ഏരിയ കണ്ടുപിടിക്കാനാണ് ട്രയാങ്കിളിൻ്റെ കേസിൽ. നമ്മൾ മുമ്പേ കണ്ടത് തന്നെയാണ് അല്ലേ? അപ്പോൾ നേരെ ഇവിടെ എന്ത് ചെയ്യണം? നേരെ ഇതാ ഇങ്ങനെ വരയ്ക്കുക അല്ലേ? നേരെ ഇങ്ങനെ വരച്ചു. അപ്പോൾ ഇത് നമുക്കറിയാം 90 ഡിഗ്രി ആണ്. ഇവിടെ 30 ആകുമ്പോൾ ഇവിടുത്തെ ഓപ്പോസിറ്റ് ആംഗിൾ എത്രയാണ്? 60 ആണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത് 30:60:90, അതായത് 1:√3:2 എന്ന് വരും അല്ലേ? അതാണ് ഇവിടുത്തെ റേഷ്യോ. ഇതാ ഇവിടെ നോക്കിയാൽ 90യുടെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ 2 തന്നിരിക്കുന്നത് അല്ലേ? 90യുടെ ഓപ്പോസിറ്റ് 2 വന്നു. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് എത്രയായിട്ടും വരുന്നത്? 1 ആയിരിക്കും വരുന്നത് അല്ലേ? ഇത് 1 ഇൻറ്റു √3 ഇത് വരും അല്ലേ? അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ 1 വരും അല്ലേ? 60യുടെ ഓപ്പോസിറ്റ് ഇതാ ഇവിടെ അല്ലേ? ഇത്രയും വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? √3 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഏരിയ ട്രയാങ്കിൾ അല്ലേ? അപ്പം ഏരിയ എങ്ങനെയാണ്? ½ BH ആണ് അല്ലേ? അപ്പം 1/2 ഇൻറ്റു ബേസ് ഇവിടെ തന്നിട്ടുണ്ട്. ബേസ് ഇവിടെ എത്രയാണ്? 3 ആണ് തന്നിട്ടുണ്ടല്ലോ. അപ്പം ഇൻറ്റു 3 ഇൻറ്റു H എന്ന് പറഞ്ഞിരിക്കുന്നത് 1 ആണ്. എത്രയാണ്? 3/2 ഇല്ലേ? 3/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 അല്ലേ? 1.5 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ അതിൻ്റെ. ഓക്കെ ആണല്ലോ? രണ്ടാമത്തെ കേസിൽ ഇതുപോലെ തന്നെ കേട്ടോ. അതാ ഇങ്ങനെ ഞാൻ ലൈൻ വരച്ചു കേട്ടോ. ഇവിടെ 60 ആണ്. അപ്പോൾ ഇതാണ്, ഇത് 30 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടുത്തെ റേഷ്യോ എങ്ങനെയാണ്? 30:60:90 ആണ് വരുന്നത്. അതായത് 1:√3:2 വരും. ക്ലിയർ ആയല്ലോ? അതായത് 90യുടെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എത്രയാണ്? 2 ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് 1 വരും. 60യുടെ ഓപ്പോസിറ്റ് √3 വരും. മനസ്സിലായല്ലോ? അപ്പോൾ എങ്ങനെയാണ്? 30യുടെ ഓപ്പോസിറ്റ് 1 വരും. 60യുടെ ഓപ്പോസിറ്റ് ഇതാ ഇവിടെ √3 ആണ് വരുന്നത്. അപ്പം ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ½ BH ആണ് വരുന്നത്. ദെൻ 1/2 ഇൻറ്റു ബേസ് 3 ആണ്. ഹൈറ്റ് √3 ആണ് വരുന്നത്. അപ്പോൾ എത്രയാണ് വരുന്നത്? 3√3/2 എന്ന് വരും. മനസ്സിലായല്ലോ? 3√3/2 വേണമെന്നുണ്ടെങ്കിൽ 3/2 വരെ നമുക്ക് ചെറുതാക്കാം. 1.5 എന്ന് വരും. അപ്പം 1.5 √3 എന്ന് വരും കേട്ടോ. 1.5 √3 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്തും ഇങ്ങനെ വരച്ചു കേട്ടോ. ഇവിടെ വരച്ചു. അപ്പോൾ എത്രയാണ് വരുന്നത്? ഇവിടെ 90 ഡിഗ്രി വരും. ഇവിടെ 45 ആയതുകൊണ്ട് ഇവിടെയും 45 വരും. അപ്പോൾ ആംഗിളിൻ്റെ റേഷ്യോ എങ്ങനെയാണ്? 45:45:90 ആണ്. 1:√2 ആണ് വരുന്നത് അല്ലേ? 90യുടെ ഓപ്പോസിറ്റ് തന്നിട്ടുണ്ട് 2 ആണ്. അപ്പോൾ 45ന് ഓപ്പോസിറ്റ് എത്രയാണ് വരുന്നത്? ഡിവൈഡ് ബൈ √2 ചെയ്യേണ്ട. അപ്പോൾ 2/√2 ഇവിടെ വരും. ഇവിടെയും എന്ത് വരും? 2/√2 എന്ന് വരും. ക്ലിയർ ആയല്ലോ? ഏരിയ ഇസ് ഈക്വൽ ടു ½ BH ആണ്. ദെൻ ബേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 3 ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 1/2 ഇല്ലേ? 1/2 ഇൻറ്റു ബേസ് എത്രയാണ്? 3 ആണ്. ഇൻറ്റു H എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ഇതാ നോക്കുക. ഇവിടെ നോക്കുക. 45ൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഇവിടെ 2/√2 അല്ലേ? 2/√2 ആണ്. ഇവിടെ 2/√2 ആണ് അപ്പോൾ വരുന്നത്. അപ്പം ബേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2/√2. ക്ലിയർ ആയല്ലോ? അപ്പോൾ എത്ര വരും? ഇതാ ഈ 2 ഇൻറ്റു ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ചെയ്യാം കേട്ടോ. ഒരു 3/√2 അല്ലേ? അപ്പോൾ √2 മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാ ഇവിടെ എത്ര വരും? 3√2 ഇവിടെ /2 നിങ്ങൾ വരും. ഓർ 1.5 3/2 എന്ന് വെച്ചാൽ 1.5 അല്ലേ? അപ്പോൾ 1.5 ഇൻറ്റു √2 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വേണമെങ്കിൽ എഴുതാം. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ 3/√2 എന്ന് വരെ എഴുതിയാലും കേട്ടോ. ഇവിടെ വരെ എഴുതിയാലും മതി. 3/√2 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതിയാലും മതി. ക്ലിയർ ആയല്ലോ?
നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദാ ഇവിടെ ഫിഗർ ഉണ്ടല്ലോ, ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇൻ ദ ഫിഗർ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ ബി എന്ന് പറയുമ്പോൾ ഏതാണ്? ഇത് അല്ലേ, ഇത് 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ആംഗിൾ ബി എ സി 30 ഡിഗ്രി, ഇതാ ഇത് 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബി സി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത്, ഈ ഒരു ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് 1 സെന്റിമീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? എ സ്ക്വയർ ഈസ് ഡ്രോൺ ഓൺ എ സി. എ സി എന്നൊരു സ്ക്വയർ ഉണ്ട്, എ സി ഈ സൈഡിൽ നിന്ന് ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ഇസ് എ ലെങ്ത് ഓഫ് എ ബി? എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കും. എ ബി എന്ന് വെച്ചാൽ ഇതാ ഇത് കണ്ടുപിടിക്കാനുണ്ട്. വാട്ട് ഇസ് എ ലെങ്ത് ഓഫ് എ സി? ഇതാ ഇത് കണ്ടുപിടിക്കാനുണ്ട്. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ, ഈ സ്ക്വയറിന്റെ ഏരിയയും കണ്ടുപിടിക്കാനുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാ നോക്കിയാൽ ഇവിടെ 30 ഡിഗ്രി ആണ്. അപ്പം നമുക്കറിയാം ഇതിന്റെ ഓപ്പോസിറ്റ് എത്ര വരും? 60 ഡിഗ്രി വരും ഇല്ലേ? അപ്പം നമുക്ക് എഴുതാം 30 ഇല്ലേ, 30, 60, 90. അപ്പോൾ അതിന്റെ റേഷ്യോ അറിയാലോ എങ്ങനെയാണ് വരുന്നത്? 1:√3:2 എന്ന് പറഞ്ഞിരിക്കുന്ന റേഷ്യോയിലാണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ താൻ നോക്കിയേ, നമുക്കിവിടെ തന്നിരിക്കുന്നതിന് 30ക്ക് ഓപ്പോസിറ്റ് തന്നിട്ടുണ്ട്, 1 തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പം അതനുസരിച്ച് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് എത്ര വരും? √3 വരും. 90ക്ക് ഓപ്പോസിറ്റ് 2 വരും അല്ലേ? അപ്പോൾ 60ക്ക് ഓപ്പോസിറ്റ് ഇല്ലേ, 60ക്ക് ഓപ്പോസിറ്റ് എ ബി ആണ് അല്ലേ? എ ബി എത്ര വരും? √3 എന്ന് വരും ഇല്ലേ, √3 സെന്റിമീറ്റർ എന്ന് വരും. അതുപോലെ തന്നെ 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏതാണ്? 2 ആണ് അല്ലേ? അപ്പം എ സി എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ്? ഇത് ഇല്ലേ, 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്, അത് 2 സെന്റിമീറ്റർ എന്ന് വരും. ക്ലിയർ ആയല്ലോ? അപ്പം എ ബി, വാട്ട് ഇസ് എ ലെങ്ത് ഓഫ് എ ബി എന്ന് ചോദിച്ചിട്ടുണ്ട്. എ ബി എത്രയാണ്? √3 ഇല്ലേ, √3 സെന്റിമീറ്റർ ആണ്. ലെങ്ത് ഓഫ് എ സി, ലെങ്ത് ഓഫ് എ സി എത്രയാണ് വരുന്നത്? 2 സെന്റിമീറ്റർ ആണ്. മനസ്സിലായല്ലോ? ദെൻ ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ. ഏരിയ, സ്ക്വയറിന്റെ ഏരിയ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ദാ ഒരു സൈഡ് കിട്ടിയല്ലോ. അപ്പോൾ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ മതി? 2 സ്ക്വയർ കണ്ടുവച്ചാൽ പോരെ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 4 സെന്റിമീറ്റർ. ക്ലിയർ ആയല്ലോ? സിമ്പിൾ അല്ലേ? ഏരിയ 4 സെന്റിമീറ്റർ സ്ക്വയർ കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് എന്താണെന്ന് തോന്നും, പക്ഷെ ഒന്നുമില്ലല്ലോ, നമ്മൾ പഠിച്ച രീതി വെച്ച് നോർമലി ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 sides of a parallelogram are 18 centimeter, 12 centimeter. Angle between 2 sides is 60 degree എന്ന് പറഞ്ഞിട്ടുണ്ട്. പാരലോഗ്രാം ആണ്, അതിന്റെ 2 സൈഡ്, നീളം കൂടിയ സൈഡ് നമുക്ക് 18 സെന്റിമീറ്റർ, മറ്റേത് എത്രയാണ്? 12 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതിന്റെ ഇടയിലുണ്ടെന്ന് ആംഗിൾ 60 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്. ഈ പാരലൽ സൈഡ് ഉണ്ടല്ലോ, അതിന്റെ ഇടയിലുണ്ടെന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ഇതുണ്ടല്ലോ, നമ്മളിങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈറ്റ് നമുക്കിവിടെ കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ? പിന്നെ എന്താണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കി ഇവിടെ 60 ആണ്. ദാൻ ഇവിടുത്തെ ആംഗിൾ എത്രയാണ് വരുന്നത്? 30 ഇല്ലേ, ഇത് 30 ആണ് വരുന്നത്. അപ്പോൾ 30 ആംഗിൾ എങ്ങനെയാണ്? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ഫോർമാറ്റിലാണ് വരുന്നത്. റേഷ്യോ എഴുതുക കേട്ടോ. 1:√3:2 എന്ന് പറഞ്ഞ റേഷ്യോ ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെ വരും? 12 ആണ് ഇവിടെ കിടക്കുന്നത് അല്ലേ? അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് എത്ര വരും? അതിൻ്റെ പകുതി 6 വരും. ദെൻ 60യുടെ ഓപ്പോസിറ്റ് 6 × വരും. മനസ്സിലായല്ലോ? നമുക്കവിടെ എഴുതി വെക്കാം കേട്ടോ. 30ക്ക് ഓപ്പോസിറ്റ് 30 ഇതാണ്, 30ക്ക് ഓപ്പോസിറ്റ് എത്രയാണ് വരുന്നത്? 60 ആണ് വരുന്നത്. ദെൻ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത് 6√3 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ സൈഡ് ചോദിച്ചിട്ടുണ്ട് അല്ലേ? പാരലൽ സൈഡിന്റെ ഡിസ്റ്റൻസ് കിട്ടിയല്ലോ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 6√3 ഇല്ലേ, 6√3 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി എന്താണ് ചോദിച്ചിരുന്നത്? ഫൈൻഡ് ദ ഏരിയ ആണല്ലേ? ഏരിയ ആണുള്ള ഇക്വേഷൻ ഏതാണ്? BH ആണ് അല്ലേ? അപ്പം ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 18 ആണ്. 18 × 6√3 അല്ലേ? അപ്പം എത്രയാണ് ആൻസർ വരുന്നത്? 18 × 6 എന്ന് പറയുമ്പം 108 വരും ഇല്ലേ? 108√3 സെന്റിമീറ്റർ സ്ക്വയർ. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ഇവിടെ ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ട്രയാങ്കിളും കൊടുത്തിട്ടുണ്ട് കേട്ടെ. In the figure, 3 vertices of triangle ABC on the circle with the center O. ആംഗിൾ എ എന്ന് പറഞ്ഞിരിക്കുന്നത് 60 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് ഓഫ് BC എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ, 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ സർക്കംറേഡിയസ് ഓഫ് ട്രയാങ്കിൾ ABC. ഈ ട്രയാങ്കിൾ ABCയുടെ സർക്കംറേഡിയസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് 60 ഡിഗ്രി ആണെന്ന് ഒരു ആംഗിളും തന്നിട്ടുണ്ട്. ഇത് നമ്മൾ സർക്കിൾസ് ഉണ്ടല്ലോ, സർക്കിൾസിന്റെ ചാപ്റ്ററിലെ കൺസെപ്റ്റുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഞാൻ നോക്കാം, ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്നും സർക്കിളിന്റെ സെന്ററിൽ കൂടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു. ദെൻ ഈ BC എന്ന് പറഞ്ഞ ആർക്കുണ്ടല്ലോ, ഈ BC എന്ന് പറഞ്ഞ ആർക്കിന്റെ ഓപ്പോസിറ്റ് സെഗ്മെന്റ്. അപ്പം ഈ BC എന്ന് പറഞ്ഞിരിക്കുന്ന ആ സെഗ്മെന്റിൽ വരുന്ന മറ്റൊരു ആംഗിൾ നമുക്ക് എവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാമല്ലോ. ഇതാ ഇവിടെ ഞാനൊരു P എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ Pയിൽ നിന്ന് കണ്ടോ ഈ Cയിലേക്ക് ഞാനൊരു ലൈൻ വരച്ചു. മനസ്സിലായല്ലോ? അപ്പോൾ അതെന്താണ്? ഒരു ട്രയാങ്കിൾ ആയല്ലോ. അപ്പോൾ നോക്കി, ഇത് സെയിം സെഗ്മെന്റിലുള്ള ആംഗിൾ. അപ്പോൾ അതാ ഈ 60 ഡിഗ്രി തന്നെയായിരിക്കില്ല ഇവിടുത്തെ ഈ 60 ഡിഗ്രി എന്നും പറഞ്ഞിരിക്കുന്നത്. ശരിയാണല്ലോ? അതായത് സെയിം സെഗ്മെന്റ്സിലെ ആംഗിൾസ് എല്ലാം ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ BPC എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 60 ഡിഗ്രി എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും?
30 ഡിഗ്രി ആയിരിക്കും വരുന്നത്. കാരണം എന്താണ്, സെമി സർക്കിളിലെ സെമി സർക്കിളിൽ എങ്ങനെയാണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈ ആംഗിൾ എങ്ങനെയാണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, 90 ഡിഗ്രി അല്ലേ, ഇത് 90 ഡിഗ്രി ആണ് ഇല്ല, അപ്പം 30 ആയിരിക്കും അല്ലേ ഇത്. അതായത് ആംഗിൾ CBP എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, 30 ഡിഗ്രി ആണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ റേഷ്യോ എത്തിയില്ലേ, 30 ഇല്ലേ, 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി എടുക്കാം ഇല്ല. അതായത് 1:√3 എങ്ങനെയാണ് 2 എന്ന് പറഞ്ഞിരിക്കുന്ന റേഷ്യോയിലാണ്. അപ്പം 60ക്ക് ഓപ്പോസിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്, 4 സെന്റിമീറ്റർ. അതായത് 4 സെന്റിമീറ്റർ ആണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ അങ്ങനെയാവുകയാണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് എത്രയായിട്ട് വരുന്നത്, ഇവിടെ √3 ഉണ്ടല്ലോ. അപ്പൊ √3 ആണ് 60ക്ക് ഓപ്പോസിറ്റിന്റെ റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ 4 ഉള്ളതുകൊണ്ട് നമുക്ക് ബാക്കി ഡിവൈഡ് ചെയ്താൽ മതി, 4/√3 ഇല്ലേ. അപ്പം 30ക്ക് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 4/√3 വരും. ക്ലിയർ ആയല്ലോ. അപ്പൊ 90ക്ക് ഓപ്പോസിറ്റ് 8/√3 ഇല്ലേ, 8/√3 എന്നും വരും. അപ്പൊ 90ക്ക് ഓപ്പോസിറ്റ് ഇവിടെയാണ് ഇത് 8/√3 എന്ന് വരും. ക്ലിയർ ആയല്ലോ. ഇനി റേഡിയസ് എല്ലാം കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നത് BP എന്ന് പറഞ്ഞിരിക്കുന്നത് ഡയമീറ്റർ ആണ് ഇല്ലേ. BP എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഡയമീറ്റർ ആണ് ഇല്ലേ, ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ആണ്. അത് എത്രയാണ്, 8/√3 സെന്റിമീറ്റർ ആണ്. അപ്പൊ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. റേഡിയസ് ഇല്ലേ, റേഡിയസ് ഇസ് ഈക്വൽ ടു 8/√3 ഓൾ ഡിവൈഡ് ബൈ 2, അതായത് 4/√3 എന്ന് വരും ഇല്ലേ, 4/√3 ഇല്ലേ, 4/√3 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇനി √3 നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, 4/√3 അല്ലെ ഇൻറ്റു ഒരു √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആയല്ലോ. അപ്പൊ എന്ത് വരും, 4√3 എന്ന് വരും. അടിയിൽ എന്ത് വരും, 3 വരും. ക്ലിയർ ആയല്ലോ. അപ്പം 4√3/3 സെന്റിമീറ്റർ അതായിരിക്കും അതിന്റെ സർക്കം റേഡിയസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇതിപ്പോ ഇത് വർക്ക്ഷീറ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത പാർട്ടുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്